രോമാഞ്ചത്തിന് സൈഡ് തന്നെയാണ് രംഗണ്ണനെന്ന്. അത് ഇതാണോ അതല്ലയോ സംശയം തീർത്തല്ല. സ്കൂൾ കാലം മുതലുള്ള വാട്സ്ആപ്പ് ഗൈഡൻസിലൂടെ ലുട്ടുവിനെ പോലെയുള്ള കുട്ടികളെ പുട്ടുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങളാരാണ് ഇംഗ്ലീഷ് കഫേ. We present you the perfect English. WhatsApp now 9633 888 575. കോളേജിന്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഫഹദ് ഫാസിൽ ആവേശം ടീമിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു സുവർണ അവസരം മ്യൂസിയംസിനായി ഒരുക്കി തന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സെക്കൻഡ് PG റെപ്പായ ജോസഫ് ജോണിനെ സ്വാഗതം എന്നതിലുപരി നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇലക്ഷൻ കാലയളവിൽ ഞാനും എന്റെ പ്രസ്ഥാനവും നിങ്ങൾക്ക് നൽകിയൊരു വാക്കാണ് അതിഗംഭീരമായ ഒരു PG-യുടെ അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഒത്തിരി കടമ്പകളും അതിലുപരി ചോദ്യങ്ങളും മറികടന്നാണ് നമ്മൾ ഇന്നിവിടെ ഈ പരിപാടി നടത്തുന്നത്. അക്കാഡമിക്സിൽ മാത്രം ഒതുങ്ങി പോകുന്ന PG വിദ്യാർത്ഥികൾക്ക് ആഘോഷിക്കാനും അർമാദിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇത്. നമ്മുടെ ദിവസമാണ്. UCA ആവേശം കൊള്ളിക്കുവാനായി ആവേശം ടീമാണ് ഇന്ന് UCയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെ ആവേശത്തോടെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. മറ്റെല്ലാവരെയും പോലെ തന്നെ ഞാനും ഈ മൈക്ക് ആവേശം ടീമിന് കൊടുക്കാനാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ മലയാളികൾക്ക് പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ഫഹദ് ഫാസിലിനെയും ഡയറക്ടർ ജിത്തു മാധവനെയും മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാമിനെയും ഡാപ്സിയെയും UCയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ഗസ്റ്റുകള്? മാറുന്ന മലയാള സിനിമയുടെ മുഖമായി ആദ്യം പറഞ്ഞു കേട്ട പേര്, വഴിത്തിരിവായ ഒരു പിടി ചിത്രങ്ങൾ, നിറസാന്നിധ്യം, മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, കുമ്പളങ്ങി നൈറ്റ്സ്,
ജോർജി, ഇയോബിന്റെ പുസ്തകം തുടങ്ങി ചിത്രങ്ങൾ, നിരവധി ചിത്രങ്ങളിൽ വിവിധ കഥാപാത്രങ്ങളുടെ മനസ്സുകൾ കീഴടക്കിയ the incredible talent, the remarkable actor, introducing the one and only നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. രോമാഞ്ചം സിനിമയിലൂടെ കേരളക്കരയെ ഒന്നാകെ രോമാഞ്ചം ജനമനസ്സുകളെ ആവേശത്തിലാഴ്ത്താൻ പോകുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ ജിത്തു മാധവനെ യുസിയുടെ മണ്ണിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിവിധ സിനിമകളിലൂടെ തന്നെ അതുല്യമായ സംഗീതങ്ങൾ മലയാളികൾക്ക് സംസാരിച്ച് കുമ്പളങ്ങിയനായി, ഭീഷ്മപർവം, രോമാഞ്ചം, മാലി, എന്തിനേറെ പറയുന്നു നമ്മുടെ തിയേറ്ററുകളിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ സംഗീത രുചി കൂട്ടുമാറ്റിയ അതുല്യ പ്രതിഭ, the incredible, unique, നമ്മുടെ സ്വന്തം സുഷിൻ ശ്യാം. അങ്ങ് മലബാറിൽ നിന്ന് മലയാളികൾക്കായി മണവാളന്റെ കൊത്തരാജ, മലർക്കൊടിയെ, ഓളമം എന്നീ ഹിറ്റുകൾ സമ്മാനിച്ച് റാപ്പ് സോങ്ങുകളിലൂടെ ജനമനസ്സുകളിൽ കീഴടക്കിയ നമ്മുടെ മലബാറിന്റെ മാണിക്കക്കല്ല് മുഹമ്മദ് ഫാസിൽ മലയാളികളുടെ സ്വന്തം ടാക്സിയെ യുസിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി മറ്റൊരു അതിഥി കൂടി ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങൾക്കെല്ലാം അമ്പിളി എന്ന ഫിലിമിലൂടെ സുപരിചിതമായ മറ്റാരുമല്ല മിസ്റ്റർ നവീനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നവീൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നവീൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്, പ്ലീസ് സർ. സൃഷ്ടികൾക്ക് മുറുമുറുപ്പ് കൂടവേ മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം കണ്ടുറന്ന് കണ്ണിറച്ച് കാണുക. Everybody put your hands together. അടുത്തതായി ജാനേ മഞ്ഞിലെ സജീവനായും രോമാഞ്ചത്തിലെ നിരൂപേട്ടനായും മലയാളി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സജിൻ ഗോപു സർ. ഗെയിമിംഗിലൂടെ യുവ മനസ്സുകളുടെ ഇടം നേടിയ നമ്മുടെ സ്വന്തം ഹിപ്സ്റ്റർ എന്നറിയുന്ന പ്രണവ് രാജിനെ യുസി കോളേജ് സ്വാഗതം ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രശസ്ത താരമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവേശം സിനിമയുടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച റോഷൻ ഷാനവാസിനെയും മിഥുൻ ജയസിനെയും ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അടുത്തതായി നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് രണ്ട് വാക്ക് കേൾക്കണ്ടേ, ഇവർ സംസാരിക്കണ്ടേ? അതിനായി let me call upon Fahad Fasil sir to the stage to speak a few words. ഹായ് യുസി, ഒരുപാട് പാരമ്പര്യവും ഓർമ്മകളും സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരു എടാ മോനെ, ഷമ്മിയൊക്കെ പഴയതായില്ലേ എടാ മോനെ. എനിവേസ് ദീർഘിക്കുന്നില്ല, ഒരുപാട് സന്തോഷം ഇന്ന് ഫുൾ ടീമായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ. ഞങ്ങളുടെ ആവേശം അങ്ങോട്ട് പകരാൻ പറ്റുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഒരുപാട് ഇന്ററാക്റ്റീവ് ആക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. താങ്ക് യു. ജനമനസ്സുകളെ ആവേശത്തിലാഴ്ത്താൻ പോകുന്ന നമ്മുടെ സ്വന്തം ഡയറക്ടർ ജിത്തു മാധവ് സാറിനെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ആർദ്രമായി ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നമ്മുടെ രോമാഞ്ചത്തിന്റെ പ്രൊമോഷനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും നിങ്ങൾ തന്നൊരു ഓളമുണ്ട്. ആ ഓളം പിടിച്ചാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്, ബാക്കി പ്രൊമോഷൻസ് എല്ലാം പോയത്. അപ്പൊ ഇതിനും അതിലൊട്ടും കുറയാത്തൊരു ഓളം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ നിരാശരാക്കില്ലെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.
നമുക്കടുത്തത് നമ്മുടെ സുശീൽ ശ്യാമനെ വിളിച്ചാലോ? സർ. നമസ്കാരം. എൻ്റെ സെക്കൻഡ് ടൈമാണ് ജിത്തു പറഞ്ഞ പോലെ രോമാഞ്ചത്തിന് ഇവിടെ ഒന്നൊരു പൊളി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. അപ്പം ടാപ്സിനെ കൊണ്ടുവന്നുണ്ട്. സോ താങ്ക് യു. നമുക്കടുത്തത് മലബാറിന്റെ മൊഞ്ച് കാണാനായിട്ട് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ഡാപ്സിയെ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചോളൂ. സുഖല്ലേ? റാഹത്തല്ലേ? കൂടുതലൊന്നും പറയാനുള്ള ഒരു പാട്ടൊക്കെ കിട്ടി. സുഷിൻ ഭായി വിളിച്ചു, അതുപോലെ എല്ലാവർക്കും അറിയാതെ കൂടുതലൊന്നും പറയുന്നത്. നിങ്ങളെല്ലാവരും പടമൊക്കെ പോയി കാണില്ല പെരുന്നാക്ക്. ഒരു അടിപൊളി പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് പൊളിക്കണ്ട. താങ്ക് യു. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. പാട്ട് പാടാം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ give me some time, bro. അടുത്തതായി I call upon Sajjan Gobu sir to speak a few words. നമസ്കാരം. ഞാനും ഇതുപോലെ രണ്ടാമത്തെ തവണ വരുന്ന രോമാഞ്ചത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്റെ വീട് ഇവിടെയാണ്, മ്യൂസിക് കോളേജിന്റെ അടുത്താണ് വീട്, വില്ലുവടി. അപ്പൊ പടം ഏപ്രിൽ 15-നാണ് പ്രവേശം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മുടെ പ്രൊമോഷനുമായിട്ട് വന്നാണ്. എന്തായാലും താങ്ക് യു. മ്യൂസിക് കോളേജിലെ ഓരോ പെൺകുട്ടികൾക്കും എല്ലാവർക്കും അറിയുന്ന ഒരാളായിരിക്കും നമ്മുടെ ഹിപ്സ്റ്ററിനെ മ്യൂസിക് കോളേജിന്റെ മണ്ണിലേക്ക് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ. പെൺപിള്ളേർക്ക് മാത്രമല്ല ആൺപിള്ളേർക്കും അറിയായിരിക്കുമല്ലേ. എന്തായാലും നിങ്ങളുടെ വെൽക്കമിന് ഒരുപാട് താങ്ക്സ്. എന്തായാലും നമുക്ക് ആവേശമാക്കാം. താങ്ക് യു. അടുത്തതായി റോഷൻ ഷാനവാസിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കാൻ പ്ലീസ് സർ. ഹായ്, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൗഡിന് മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ സ്റ്റേജിലൊക്കെ. അപ്പോൾ ആവേശമാവട്ടെ. അടുത്തതായി മിഥുൻ. അടുത്തതായി മിഥുൻ സാർ ഞാൻ വിളിക്കുന്നു. ഞാൻ റോഷൻ പോലെ ആദ്യമായിട്ടാണ്. അപ്പൊ എല്ലാരും ഇതേ ആവേശത്തോടെ തന്നെ ആവേശം കാണാൻ പോവാ. അടുത്തതായി നമ്മുടെ പ്രിയങ്കനായ മധു സർ ഒരു നന്ദി പറയാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മധു സർ പ്ലീസ്. ഇവിടെ എത്തിയിരിക്കുന്ന സ്പെഷ്യൽ ഗസ്റ്റ്, പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസും, ഇന്ന് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ PG ഡേക്ക് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. This is the place for my guys. வாழ வைக்கும் சென்னை நாங்க பட்டணமாகி போனோம். நீ வந்து பக்கம் வாடா, ஓ ஆசையெல்லாம் உண்டு. எங்க சூப்பர் ஸ்டார் வந்தா எங்க விசில் சத்தம் பறக்கும். நம்ம ஜார்ஜி கோட்டை எல்லாம் இந்த மாதிரி. எங்க சூப்பர் ஸ்டார் வந்தா எங்க விசில் சத்தம் பறக்கும். நம்ம ஜார்ஜி கோட்டை எல்லாம் இந்த மாதிரி அந்த மாதிரி. I get it.
அடைய கதவை திறந்து முகத்தை பதித்து முகவரி அமைய வந்தாரை வாழ வைக்கும் புதிதாய் தினமும் வருவோர் இங்கு கனவை அடைய கதவை திறந்து முகத்தை பதித்து முகவரி அமைய வந்தாரை வாழ வைக்கும் வாழ வைக்கும் சென்னை நாங்க பட்டணமாகி போனோம் நீ வந்து பக்கம் வாடா ஓ அசையெல்லாம் உண்டு எங்க சூப்பர் ஸ்டார் வந்தா எங்க விசில் சத்தம் பறக்கும் நம்ம ஜார்ஜி கோட்டை எல்லாம் எங்க சூப்பர் ஸ்டார் வந்தா எங்க விசில் சத்தம் பறக்கும் நம்ம ஜார்ஜி கோட்டை எல்லாம் இந்த மாதிரி அந்த மாதிரி ഹലോ ഫാദിക ഫാദിക ഇവിടെ 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 അയ്യോ ഞാൻ ഫാദികയുടെ ഭയങ്കര വലിയൊരു ആരാധനാണ് നോർത്ത് 24 കാലം തൊട്ട് ഭയങ്കര എന്റെ ചോദ്യം എന്ന് വെച്ചാ ചോദ്യം അശ്വിൻ താങ്ക് യു അശ്വിൻ പറ. അപ്പൊ ഞാൻ ടീച്ചറെ കണ്ടപ്പോ ഷമ്മിയുടെ ഒരു റിസംബ്ലൻസ് ആയിട്ട് തോന്നി ഈ രംഗയുടെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കാവോ? അങ്ങനെ ആവാം, എന്തുകൊണ്ട് വിചാരിച്ചോ, പടം കണ്ടാ മതി. ഓളായിരിക്കും. താങ്ക് യു താങ്ക് യു. ഫാദിക, അസ്സലാമു അലൈക്കും. ഐ ആം ഫ്രം കോഴിക്കോട്. അസ്ലം. പറയൂ, കോഴിക്കോട് അസ്ലം. ഇക്കനൊന്നും ചോദിക്കാനില്ല, പറയാനുള്ളൂ. ഇക്കന്റെ കണ്ണുകൊണ്ടുള്ള അഭിനയം പഠിച്ചവനാണ്, കിടിലനാണ്, ഉഷാറാണ്. താങ്ക് യു താങ്ക് യു. ഹലോ മോനെ ടാപ്സി, മോനെന്റെ കോച്ച് ഡൗസറൊക്കെ ഇട്ടേ. ഇവിടെ ഉണ്ട് മാണിക്കക്കല്ല്, മുന്തിരിച്ചാറ്, തേങ്ങാപ്പാലൊക്കെ ചോദിച്ചു. അല്ലടാ അതൊക്കെ ആരെന്നോട് ചോദിക്കണേ. അന്റെ പേരെന്താ? സമീൻ. 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 ബോപ്പറ. അതെന്താണ്? പറ 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 ജിബറി. ഹാപ്പിയല്ല, എല്ലാവരും ഹാപ്പിയല്ല. പിന്നെ ഞാൻ നിങ്ങളെ പോലെ താങ്ക് യു മാനെ. ആ പച്ചരിച്ചിലൊരു പാട്ട് വിടോ. പച്ചരിച്ചോ? ആ മറ്റേ പച്ചരിച്ചിലും മണ്ണ് വീണ തുണ്ണിക്കൂട്ടാൻ പറ്റൂല, കൊച്ചിക്കായൽ കെട്ടിയ പിന്നെ തപ്പിയ പോലും കിട്ടൂല, മാസിട്ട് നോക്കിയ പോലും കീർക്കമാർക്ക് കിട്ടൂല, മുതലുകൾക്ക് തിരികെ പറഞ്ഞു പിടിക്കാൻ പറ്റൂല. വേടന എഴുതിയാണ്, എന്നാലും സന്തോഷം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പാട്ടും ഒരുമിച്ച് പാടുമല്ലോ, അതിന് ഭയങ്കര സന്തോഷം. താങ്ക്സ് ബ്രോ, ജസാക്കല്ലാഹ്. ഇനിയൊന്നും ചോദിക്കാനില്ല, അപ്പൊ പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും അടിപൊളി ഉഷാറായിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. ഞാൻ എന്റെ ഒരു റിലീസിൽ 4 പേര് പാടിത്തരാം. ജി പാടോ? ഇതുകൊണ്ട് പിന്നെ നിറഞ്ഞെടുക്കട്ടെ പറയണ പതങ്ങൾ കളിക്കുന്നത് പല പറഞ്ഞത് പലതിന് കരിഞ്ഞിരുന്ന തല കരിഞ്ഞിട്ട് പണിഞ്ഞത് പറഞ്ഞു കൂടി പറയാം. താങ്ക്സ് ബ്രോ, താങ്ക് യു. ഹലോ, എനിക്ക് ചോദിക്കാനുള്ളത് ജിത്തു മാധവൻ ചേട്ടനോടാണ്.
സോഷ്യൽ മീഡിയയിൽ പലരുടെയും സംശയമാണ് രോമാഞ്ചത്തിന്റെ സൈഡ് തന്നെയാണ് രംഗണ്ണൻ എന്ന്. അത് ഇതാണോ അതല്ലയോ സംശയം തീർത്ത ഇതല്ല, ഇത് വേറെ രംഗണ്ണൻ. രോമാഞ്ചമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക്. ആവേശം വേറെ തന്നെ ഒരു സിനിമയാണ്. അതിലെ അപ്പിയറൻസിന് ഒരു സിമിലാരിറ്റി വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല. ഇനി നിരാശയാണെങ്കിലും അത് ഈ സിനിമ കാണുമ്പോൾ മാറിക്കോളും. ഹലോ, എന്റെ പേര് സഫ. ഫഹദ് ഖാനോടാണ് ചോദ്യം. ഹായ്. നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ സാറിനോട് ഞാൻ ചോദിക്കുകയാണ്. കലാഭവൻ RLV രാമകൃഷ്ണന് ഒരു വിഷയം ഉണ്ടായി. അപ്പോ സത്യഭാമ ഉന്നയിച്ച കാര്യത്തോട് സാറിനുള്ള നിലപാട് എന്താണ്? അല്ല, എന്റെ നിലപാട് ഞാനങ്ങ് പറഞ്ഞേക്കാം. ഇനി ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണ്ട. അവർ ചെയ്തത് തെറ്റാണ്, പറഞ്ഞത് തെറ്റാണ്. സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സുഷിൻ ചേട്ടനോടാണ് ചോദ്യം. ആവേശം സീ മാറ്റോ? എവിടുന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? എവിടെ? മഞ്ഞുമല സീൻ മാറ്റി, അതേപോലെ ആവേശം മലയാള സിനിമയുടെ സീൻ മാറ്റി. എല്ലാ സീനുകളും മാറട്ടെ. എല്ലാ വർക്ക് ചെയ്യുന്ന എല്ലാ പടത്തിന് സീൻ മാറണമെന്നാണ് എന്റെ ആഗ്രഹം. അതുപോലെ മാറട്ടെ. താങ്ക് യു. അത് റേ, ഇത് റേ. അതാണ് ഞാൻ ഡയറക്ടറോടാണ്. ഇപ്പൊ പടത്തിന്റെ ടീച്ചറൊക്കെ കാണുമ്പോൾ ഫഹദിന്റെ ക്യാരക്ടർ നമുക്ക് രാജമാണിക്കോ അല്ലെങ്കിൽ ധനുഷിന്റെ മാരിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കുമോ? അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല. എനിക്കൊന്ന് ടീസർ മാത്രമല്ല കണ്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇനിയിപ്പോൾ വേറൊരു സിനിമ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് രംഗ പോലത്തെ ക്യാരക്ടറാണോ, നിങ്ങൾ വേറെ പടം കാണുമ്പോൾ ചോദിക്കും അതുപോലത്തെ ഒരു ക്യാരക്ടറാണോ. ഹലോ, ഇവിടെ എനിക്ക് ഹിപ്സ്റ്റർ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ അപ്പൊ ചേട്ടൻ ഭയങ്കര ഗെയിമറൊക്കെയാണല്ലോ, യൂട്യൂബ് ചാനലൊക്കെ അടിപൊളിയാണ്. ഇനിയും അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എന്താ പറയാ, ഫ്രീ ഫയർ ഗെയിം പോലെ അത്ര അടിപൊളിയായിരിക്കും ആവേശം പടം? അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ജിത്തു ചേട്ടനെ കൊടുക്കാം. അല്ല, ഗെയിമിംഗ് അല്ലല്ലോ സിനിമ, അപ്പൊ അത് രണ്ടാണ്. ഹായ്, എനിക്ക് ചോദിക്കാനുള്ള ഫഹദ് ഖാനോടാണ്. ഇതാ ഞാൻ ഇവിടെ ഉണ്ട്. ഇതാ രംഗണ്ണനെ പോലെ ഇത്ര ലൗഡായ ഒരു ക്യാരക്ടർ കരിയറിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പം എത്രമാത്രം സ്പെഷ്യലാണ് ഈ ഒരു ക്യാരക്ടർ? അതാണ് ക്വസ്റ്റ്യൻ. അല്ല, അത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ താങ്ക് യു. വളരെ നല്ല പയ്യന. അടുത്തതായി നമ്മുടെ UC കോളേജിലെ പാസ് ഔട്ടായി പോയ മലയാളം വിഭാഗത്തിലെ ഹെന്ന കേസ് എന്ന് പറയുന്ന ഒരു ചേച്ചി ഫഹദിക്കയുടെ സിനിമകൾ ആവിഷ്കരിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനായി ഹെന്ന ചേച്ചിയെയും അത് ഏറ്റുവാങ്ങാനായി ഫഹദിക്കയെയും ക്ഷണിച്ചോളുന്നു.
അടുത്തതായി നമ്മുടെ കോളേജിലെ കുട്ടികൾ തന്നെ നന്ദനയും ഫാത്തിമയും നമ്മുടെ ഭഗതിക്കയുടെയും സുഷിൻ ശ്യാമിൻ്റെയും ഡബ്സയുടെയും ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നൽകാനായും സ്വീകരിക്കാനായും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജോസ്ഫിനുമുണ്ട് MCA ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ആൻഡ് ചിത്തു ചേട്ടനും കൂടിയുണ്ട് നമുക്ക് ഫോട്ടോ കൊടുക്കാനായിട്ട്. അടുത്തതായി നന്ദിയാണ്. അതിനുശേഷം നമ്മുടെ ചേരൻ ഒരു പാട്ടുപാടി നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതാണ്. നന്ദി പറയുന്നതിനായി നമ്മുടെ UCയുടെ സ്വന്തം അമ്പാട്ടുകാവിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഓൾറെഡി പ്രാവശ്യം നന്ദി പറഞ്ഞതായിരുന്നു, എന്നാലും ഒന്നുകൂടി പറയാണ്. ഇത്രയും മനോഹരമായി നമ്മൾ ആവേശം കൊള്ളിപ്പിച്ച ഈ ആവേശം ടീമിന് എല്ലാവിധ നന്ദി ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതിന്റെ സംഘാടക സമിതിയായിട്ടും ഈ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത് നിന്നവർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു. നമസ്കാരം. പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കും, പരിപാടി നമ്മൾ നടത്തിയിരിക്കും എന്ന് പറയുന്നു. സുഷിൻ ചേട്ടാ, ബാസിയാണ് ഈ പാട്ട് പാടിയത്.
നമ്മുടെ പ്രോഗ്രാമിന്റെ ആതിര, ദിൽജിത്തും ഇതിന്റെ PROകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരം നിന്ന് അവരെ ഏറെ സ്നേഹത്തോടെ തന്നെ ഓർക്കുകയാണ് വേദിയിൽ. ഇനിയൊരു സെൽഫി എടുക്കാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോ? അപ്പൊ യൂസി പോയിക്കോട്ടെ. താങ്ക് യു. ഒരുപാട് സന്തോഷം. എനിക്കിത് ആദ്യമാണ് ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സിനിമയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വന്നത്. ഒരുപാട് സന്തോഷം. ഭയങ്കര ആവേശമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഏപ്രിൽ 12 പ്ലീസ് പടം കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരോടും ഒന്നും മിണ്ടരുത്. താങ്ക് യു. வாழ வைக்கும் சென்னை நாங்க பட்டணமாகி போனோம்.